ആത്മീയതയുടെയും ജ്യോതിഷത്തിന്റെയും മറവിൽ ഒളിപ്പിച്ചു വെച്ച ക്രൂരതയുടെയും വഞ്ചനയുടെയും കഥയാണ് കൊല്ലം പുത്തൂരിലെ മുരാരി എന്ന രാജൻ തന്ത്രിയുടെ അറസ്റ്റിലൂടെ പുറംലോകമറിയുന്നത്. വെറുമൊരു ക്രിമിനൽ കേസ് എന്നതിലുപരി സോഷ്യൽ മീഡിയയും അന്ധവിശ്വാസങ്ങളും എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ ആൾദൈവമാക്കി മാറ്റുന്നതെന്നും ആ പദവി അയാൾ എങ്ങനെ ദുരുപയോഗം ചെയ്തുവെന്നും ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. മുരാരി തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് 16 വയസ്സുകാരിയായ പെൺകുട്ടി നൽകിയ പരാതിയാണ്. ബാധ ഒഴിപ്പിക്കാനായി അമ്മയോടൊപ്പം എത്തിയ വിദ്യാർത്ഥിയെ ഇയാൾ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ പുറത്തു വന്നത് അതിനേക്കാൾ ഭീകരമായ വിവരങ്ങളാണ്. ബാധ ഒഴിപ്പിക്കൽ എന്ന പേരിൽ പ്രശസ്തരെ മുറിയിൽ തനിച്ചാക്കിയ ചൂരൽ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുക എന്നതായിരുന്നു ഇയാളുടെ രീതി. മർദ്ദനമേറ്റ് വിദ്യാർത്ഥികൾ അവശരായി തളർന്നു വീഴുമ്പോൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതാണ് ഇയാളുടെ പതിവ്. ജ്യോതിശാലയിലെ മുറിക്കുള്ളിൽ ചുവരുകളിൽ രക്തക്കറകൾ കണ്ടെത്തിയപ്പോഴാണ് ഇയാളുടെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നത്. ഈ രക്തക്കറകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുമുണ്ട്. ദൈവത്തിന്റെ പ്രതിപുരുഷനെന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാൾ എത്രത്തോളം സാഡിസ്റ്റ് ആകാമെന്നതിന്റെ തെളിവായിരുന്നു ആ മുറി. രാജൻ ബാബുവിന്റെ ഭൂതകാലം പരിശോധിച്ചാൽ നിഗൂഢതകൾ ഏറെയാണ്. കൊല്ലം കടയ്ക്കൽ ഭാഗത്ത് ഓട്ടോ ഓടിച്ചു നടന്നിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു ഇയാൾ. അവിടെ വെച്ചാണ് ജ്യോതിഷത്തിലേക്കും ആത്മീയതയിലേക്കും ഇയാൾ വഴിമാറുന്നത്. തുടക്കത്തിൽ ചെറിയ തട്ടിപ്പുകൾ നടത്തിയിരുന്നെങ്കിലും പല പരാതികളും ഉയർന്നതോടെ കടയ്ക്കലിലെ കേന്ദ്രം പൂട്ടേണ്ടി വന്നു. പിന്നീട് വെണ്ടാറിലും പിന്നീട് അരീക്കലിലും ജ്യോതിഷാലയങ്ങൾ സ്ഥാപിച്ച് ഇയാൾ തന്റെ സാമ്രാജ്യം വിപുലീകരിച്ചു. സാധാരണക്കാരായ നാട്ടുകാർക്ക് ഇയാളെക്കുറിച്ച് വലിയ മതിപ്പില്ലായിരുന്നെങ്കിലും ദൂരദേശങ്ങളിൽ നിന്നും വൻതോതിൽ ആളുകൾ ഇയാളെ തേടിയെത്തിയിരുന്നു. ഇത് ഇയാൾക്ക് വലിയ സാമ്പത്തിക വളർച്ചയും നൽകി.